ആത്മാവാം ദൈവമേ ഒരു നദി പോലിങ്ങൊഴുകിവാ, ആഴത്തിൽ മുങ്ങിത്താഴാൻ ആശയെന്നിൽ പൊങ്ങുന്നേ, നിന്നോടും നിഴുകി ചേരാ, നിന്നിൽ ചേർന്നൊന്നാകാൻ കൊതിയേറുന്നേ കൊതിയേറുന്നേ. ആത്മാവാം ദൈവമേ ഒരു നദി പോലിങ്ങൊഴുകിവാ, ആരും കാണാത്തതായി, ആരും കേൾക്കാത്തതായി, ആഴത്തിൻ മുത്തു തേടി ഞാൻ വരും യേശുവേ, ആഴത്തിൻ ശക്തി തേടി ഞാൻ വരും യേശുവേ, നിന്നോടും നിഴുകി ചേരാ, നിന്നിൽ ചേർന്നൊന്നാകാൻ കൊതിയേറുന്നേ കൊതിയേറുന്നേ. ആത്മാവാം ദൈവമേ ഒരു നദി പോലിങ്ങൊഴുകിവാ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 1-ാം വാക്യം. തെയോഫിലോസേ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം. യേശു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. അപ്പോസ്തല പ്രവൃത്തി ആരെഴുതിയതാണ്? ഇതിൻ്റെ എഴുത്തുകാരനാണ്. ഒരു സംശയമില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വിശുദ്ധ ലൂക്കോസാണ്. സുവിശേഷങ്ങളിലെ 3-ാമത്തെ പുസ്തകമായ ലൂക്കോസ് എന്ന സുവിശേഷത്തിൻ്റെ എഴുത്തുകാരൻ തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തിയും എന്ന് എഴുതിയിരിക്കുന്നതെന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെടുന്നത്. കാര്യം, ഒരേ സംബോധന വാചകത്തോടുകൂടെ അപ്പോസ്തല പ്രവൃത്തിയും ലൂക്കോസ് എന്ന സുവിശേഷവും ആരംഭിച്ചിരിക്കുന്നത്. വേദപുസ്തകത്തിലെ എഴുത്തുകാരിൽ പുറംജാതിക്കാരനായുള്ളത് ലൂക്കോസ് മാത്രമാണ്. നമുക്ക് ആ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയാണ്, ശ്രീമാനായ തെയോഫിലോസേ. അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരായ അവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ. എന്നിട്ട് 4-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാം. നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്ന്. ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ തുടങ്ങുന്ന ഭാഗം ശ്രീമാനായ തെയോഫിലോസേ എന്ന് പറഞ്ഞാണ്. ഇവിടെയും അങ്ങനെ അപ്പോസ്തല പ്രവൃത്തി പറയാണ്, തെയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം. അപ്പോൾ സൂക്ഷ്മമായി ആലോചിച്ചിട്ട് രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് ഈ അപ്പോസ്തല പ്രവൃത്തി പറയുന്നത്. ഇത് എഴുതിയ കാലഘട്ടം പൗലോസ് അപ്പോസ്തലൻ ബന്ധനസ്ഥനായി റോമിലായിരിക്കുന്ന സംഭവം AD 62-ഉം 63-ലുമാണ് വിവരിച്ചാണ് ഈ പുസ്തകം അവസാനിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് AD 64-ലെ യെരുശലേം നാശത്തെക്കുറിച്ചോ പൗലോസിൻ്റെ വിസ്താരം, മരണം എന്നിവയെക്കുറിച്ചോ ഈ പുസ്തകത്തിൽ ഒന്നും പ്രസ്താവിച്ചിട്ടില്ലാത്തതിനാൽ AD 63-ൻ്റെ ആരംഭത്തിലോ 64-ൻ്റെ ആരംഭത്തിലോ ഇത് എഴുതപ്പെട്ടു എന്ന് വിചാരിക്കപ്പെടുന്നു. അപ്പം ഇതിലെ വിഷയം എന്താണ്? പുസ്തകത്തിലെ അപ്പോസ്തല പ്രവൃത്തിയിലെ ലൂക്കോസ് എന്ന സുവിശേഷകൻ്റെ ഒരു തുടർ ചരിത്രമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ലൂക്കോസ് അതാ പറയുന്ന തുടർ രേഖപ്പെടുത്തി ലൂക്കോസിൻ്റെ 1-4 പറയാണ്, അത് ക്രമമായി എഴുതുന്നത് നന്നത്. ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് ക്രമമായിട്ട് എഴുതുക. അപ്പോൾ ലൂക്കോസ് എന്ന സുവിശേഷൻ്റെ ഒരു തുടർ ചരിത്രമാണ് ഈ പുസ്തകത്തിലുള്ളത്. കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഉണ്ടായ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയും
അതിനുശേഷമുള്ള ക്രിസ്തീയ സഭ ചരിത്രവുമാണ് ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം. എന്തൊക്കെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിന് ഉയർത്തെഴുന്നേൽപ്പിന് സ്വർഗാരോഹണത്തിന് ശേഷമുണ്ടായ പരിശുദ്ധാത്മാ പകർച്ചയും അതിനുശേഷമുള്ള ക്രിസ്തീയ സഭയുടെ ചരിത്രവുമാണ് അപ്പോസ്തല പ്രവൃത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലെ പ്രതിപാദ്യ വിഷയം. ആരംഭ അധ്യായങ്ങളിൽ പ്രധാന കഥാപാത്രമായിരിക്കുന്ന പത്രോസ് എങ്കിലും പിന്നീട് ആ സ്ഥാനം പൗലോസിന് ലഭിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ എന്ന പേര് ഈ പുസ്തകത്തിന് കൊടുത്തിരിക്കുന്നു. പക്ഷെ വാസ്തവമായി ഇത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളാണോ? അല്ല, ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്ന് ഈ പുസ്തകത്തിന് വിളിക്കുന്നതാണ് ഏറ്റവും യോജിക്കുന്ന പേര്. അതുകൊണ്ടാണ് ഈ തുടങ്ങുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ കാര്യം പറഞ്ഞ് പരിശുദ്ധാത്മാവ് കൽപ്പന കൊടുത്ത് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് താക്കോൽ വാക്കെന്താണ്? ഈ അപ്പോസ്തലത്വത്തിന്റെ താക്കോൽ വാക്ക്, ഒരു വാക്ക് പറഞ്ഞാൽ എന്ത് പറയാം? അത് പരിശുദ്ധാത്മാവെന്ന് പറയാം. ഹോളി സ്പിരിറ്റ്, ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, തൃത്വത്തിൽ മൂന്നാമനായ ദൈവം. താക്കോൽ വാക്യമാണെങ്കിലോ അപ്പോസ്തലപ്രവൃത്തി 2:39 ഇതിൻ്റെ താക്കോൽ വാക്യം. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ വാഗ്ദത്തം. അതാണ് ഈ പുസ്തകത്തിൻ്റെ താക്കോൽ വാക്യം. ഈ പുസ്തകത്തിൽ എത്ര അധ്യായമാണ്? 28 അധ്യായങ്ങളുണ്ട്. 1007 വാക്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്, അപ്പോസ്തല പ്രവൃത്തി. ഇനി നമുക്ക് ഒന്നാമത്തെ വാക്യത്തിലേക്ക് വരാം. അവിടെ പറയാണ്, തെയോഫിലോസേ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം. അത് നമ്മൾ പറഞ്ഞല്ലോ, ലൂക്കോസിൻ്റെ സുവിശേഷം സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. അത് ലൂക്കോസാണ് എഴുതിയെന്നാണ് എല്ലാവരും പറയപ്പെടുന്നത്. അതാണ് നാം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം. തെയോഫിലോസേ, ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം. എന്നിട്ട് പറയാണ്, യേശു തിരഞ്ഞെടുത്ത്. അപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഞാനും യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നാം ഭൂമിയിൽ വരുന്നത്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരെക്കുറിച്ചും ദൈവത്തിനൊരു പ്രത്യേക പ്ലാനുണ്ട്. ഞാനും നിങ്ങളും അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, ലോകത്തിന് അടിസ്ഥാനമിടുന്നതിന് മുമ്പ് എന്നെയും നിങ്ങളെയും ദൈവം ക്രിസ്തുവിൽ സ്നേഹിച്ചിരുന്നു, കണ്ടിരുന്നു. ഇവിടെ പറയാണ് യേശു തിരഞ്ഞെടുത്തു. എന്നിട്ട് പറയാണ് അപ്പോസ്തലന്മാർ. രണ്ടാമത്തെ വാക്ക് അപ്പോസ്തലന്മാരാണ്. യേശു തിരഞ്ഞെടുത്ത ആരെയാണ്? അപ്പോസ്തലന്മാരെന്ന്. അപ്പോസ്തലന്മാരാരാണ്? അയക്കപ്പെടുന്നവരാണ്. ഞാനും നിങ്ങളും എല്ലാം അയക്കപ്പെടുന്നവരാണ്. എവിടം വരെ അയക്കപ്പെടണം? ഭൂമിയുടെ അറ്റത്തോളം. അതാണ് പരിശുദ്ധാത്മാവ് കാര്യസ്ഥം വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോൾ അവൻ ഭവനത്തിൽ മാത്രമല്ല, യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറും. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ ആൾ യേശുവിൻ്റെ സാക്ഷിയായി മാറുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അപ്പോൾ യേശു തിരഞ്ഞെടുത്തു. നിങ്ങളെ യേശു തിരഞ്ഞെടുത്താണ്, മറക്കരുത്. ആർക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. 2, നിങ്ങൾ അയക്കപ്പെടുന്നവരാണ്, അപ്പോസ്തലനാണ്. ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ യാത്ര ചെയ്യേണ്ടവരാണ്. എന്നിട്ട് പറയാണ് 3, പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തു. 3 കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ പറയുന്നത്. 3, പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തു. പരിശുദ്ധാത്മാവിനാൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് നമ്മളെ വഴി നടത്തേണ്ടത്, മറക്കരുത്. അതുകൊണ്ട് എന്നിട്ട് പറയണ പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്ത് ആരോപണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തു ഉപദേശിയുടെ സകലത്തെയും കുറിച്ചായിരുന്നു. ഇന്നെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങളൊരു കാര്യം മറന്നു പോകരുത്. നിങ്ങൾ യേശുവിനാൽ വിളിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അപ്പോസ്തലനാണ്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് കൽപ്പന തരും, എന്ത് ചെയ്യണം. സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ ഇന്നും നടന്നുകൊണ്ടായിരിക്കുന്നു. നീ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങളുടെ ഹൃദയം തുറക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെടാൻ തുടങ്ങും. ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരുടെ ഹൃദയം, ലുദിയയുടെ ഹൃദയം തുറന്നതുപോലെ കർത്താവ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധാത്മാവിൻ്റെ കൽപ്പന, ആലോചന, ദൈവിക ആലോചന കേൾക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ടവരാക്കി, യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണല്ലോ നീ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ കേൾക്കുന്നവർ അപ്പോസ്തലന്മാരാണല്ലോ. അത് പരിശുദ്ധാത്മാവിനാലാണല്ലോ ഐക്യപ്പെടുന്നത്. അങ്ങനെ വലിയ ഐക്യപ്പെടുവാൻ, ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളായി തീരാൻ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ഈ അഗ്നി പകരപ്പെടട്ടെ, അഭിഷേകം പകരപ്പെടട്ടെ, ദൈവീയ മഹത്വം പകരപ്പെടട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയ ഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തികളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ. നീന്തിയിട്ടല്ലാത്തതാ നീ കടപ്പാൻ വയ്യാത്ത പോലെ, നീന്തിയിട്ടല്ല ഇനിയും കടപ്പാൻ വയ്യാത്ത പോലെ, ആത്മാവിൻ ആഴം തേടി ഞാൻ വരും യേശുവേ. സ്നേഹത്തിൻ ഉറവ തേടി ഞാൻ വരും യേശുവേ. നിന്നോടം നിഴുകി ചേരാം, നിന്നിൽ ചേർന്നൊന്നാകാൻ കൊതിയേറുന്നേ. ആത്മാവാം ദൈവമേ, ഒരു നദി പോലിങ്ങൊഴുകിവാ, ഒഴുകിവാ, നീ ഒഴുകിവാ, നീ ഒഴുകിവാ, എന്നിലൊഴുകിവാ, നീ ഒഴുകിവാ, നീ ഒഴുകിവാ.